വയോജനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് കുറ്റ്യാടി MLA KP കുഞ്ഞമ്മത്തുകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വയോജനങ്ങൾക്കുള്ള റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക, കേന്ദ്ര വയോജന നയം കാലാനുസൃതമായി പരിഷ്കരിക്കുക, കേന്ദ്ര വയോജന പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വയോജനങ്ങളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി സംഘടിപ്പിച്ച ധർണാ സമരം കുറ്റ്യാടി MLA KP കുഞ്ഞമ്മത്തുകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്ത് അനുകൂലമായ സമീപനമല്ല ഒരു കാര്യത്തിലുമുള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, കേരളത്തിന് അർഹതപ്പെട്ട കാര്യം പോലും തരുന്നില്ല. നമ്മളിൽ നിന്നെല്ലാം തന്നെ പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതത്തിന് ചോദിച്ചാൽ ന്യായമായ വിഹിതം പോലും തരാതെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാം. ഇപ്പൊ റെയിൽവേ യാത്രക്കാർക്ക് സീനിയർ സിറ്റിസന് അനുവദിച്ചിരുന്ന ഈ സൗകര്യം നിഷേധിക്കുന്നതിൽ എന്താണ് അർത്ഥം? വളരെ കാലമായി ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നതായിരുന്നു. കൊറോണയുടെ അവസരത്തിൽ നിർത്തൽ ചെയ്തു. പക്ഷെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് യാതൊരു അനക്കവും കേന്ദ്രത്തിന്റെ ഭാഗത്തില്ലല്ലോ. പാർലമെന്റിലെ ജനപ്രതിനിധികൾ ഇത് ശക്തമായി ഉയർത്തിക്കൊണ്ടുവരണം. പാർലമെന്റിലാണ് ഈ വികാരം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മളെ സംസ്ഥാനത്തും തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ആ രൂപത്തിൽ ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. വേണ്ട വിധത്തിൽ പ്രതികരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും പറയാനുള്ളത്, പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം. വയോജനങ്ങൾക്ക് പകൽ സമയം അവരുടെ സമയം സന്തോഷകരമായി ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് പകൽ വീടുകൾ എന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നത്. ചില പഞ്ചായത്തുകളെല്ലാം പകൽ വീടുകൾ ഉണ്ട്, എല്ലാ പഞ്ചായത്തിലും പകൽ വീടുകളായിട്ടില്ല. ചില പകൽ വീടുകൾ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, നിയമസഭാ കമ്മിറ്റി സന്ദർശിച്ചിട്ടുണ്ട്. വാഹനം കൊണ്ടുപോയി രാവിലെ പകൽ വീടുകളിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് വന്നാൽ രാവിലെ ഭക്ഷണം കൊടുക്കുന്നു, ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നു, വൈകുന്നേരം തിരികെ അവരുടെ വീട്ടിലെത്തിക്കുന്ന സംവിധാനമുണ്ട്. TV ഉണ്ട്, അത്യാവശ്യം ക്യാരംസും ചെക്സും അതുപോലെ കളിക്കാനുള്ളതുണ്ട്, വായിക്കാനുള്ള ലൈബ്രറിയും അതുപോലെ പത്രമാധ്യമങ്ങളും പത്ര പ്രസിദ്ധീകരണങ്ങളുമുണ്ട്. അങ്ങനെ സന്തോഷകരമായി ഒരു സ്വറ പറഞ്ഞിരിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ സമയം സന്തോഷമായി ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള സെന്ററുകൾ മാതൃകാപരമായി ചില സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ K ബാലകൃഷ്ണൻ, A ശ്രീധരൻ, നാണു PP, VV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ, KP കുമാരൻ, തങ്കമണി ടീച്ചർ, P ലീല ടീച്ചർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVoc MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DVoc നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.